ഡാറ്റ ചോർച്ചാ വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ OSD സാംബശിവ റാവു ഗുരുതരമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ലംഘനം നടത്തിയെന്നും സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ടവരുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് എന്നുമാണ് ആരോപണം. IT വകുപ്പിൽ സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. എന്നാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന ആരോപണം നിഷേധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സ്പാർക്ക് വിവര ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ തിങ്കളാഴ്ച വരെ സന്ദേശങ്ങൾ അയക്കരുത് എന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിലേക്ക്. സർക്കാർ ജീവനക്കാർ, ക്ഷേമ പെൻഷനിൽ ഉൾപ്പെട്ടവർ, സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ചേർന്നവർ ഉൾപ്പെടെ 1 കോടിയിലധികം വരുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തി സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ നൽകി എന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ശ്രീറാം സാംബശിവ റാവു വിവിധ വകുപ്പുകളിൽ നിന്ന് ആധികാരികമായ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി ഇത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിച്ചുവെന്നും ചെന്നിത്തല പറയുന്നു. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഡേറ്റയെ പറ്റി വലിയ അവബോധമില്ലാത്തത് കൊണ്ടാണ് ഇത് ഗൗരവമായി കണക്കാക്കാത്തത്. വാസ്തവത്തിൽ ഇത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. ആളുകളുടെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഈ ഡേറ്റ ദുരുപയോഗം ചെയ്യുകയാണ്. IT വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ 10 സ്വകാര്യ ഏജൻസികളെ എംപാനൽ ചെയ്യാൻ OSD ഇറക്കിയ ഉത്തരവിന്റെ കോപ്പിയും ചെന്നിത്തല പുറത്തുവിട്ടു. സൈബർ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് സ്ത്രീകളുടെ വ്യക്തിഗത വിവരങ്ങൾ എത്തുകയാണെങ്കിൽ അതിന്റെ സാമൂഹിക പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ശിവശങ്കറിന്റെ റോളിലിരിക്കുന്ന സാംബശിവ റാവു ശിവശങ്കറിന്റെ അനുഭവം ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. മറ്റൊരു ശിവശങ്കർ അവതരിച്ചിരിക്കുന്നു. ആ അവതരിക്കപ്പെട്ട സാംബശിവ റാവു മുഖ്യമന്ത്രിക്ക് വേണ്ടി അനധികൃതമായ നടപടികൾ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അറിയില്ലേ? 2023 പാർലമെന്റ് പാസാക്കിയ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമത്തെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലേ? ഇതൊക്കെ അറിയാമായിരിക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഈ ഡേറ്റ മുഴുവൻ ദുരുപയോഗം ചെയ്യുന്ന ഇവർ നാളെ മറുപടി പറയേണ്ടി വരില്ലേ? എന്നാൽ വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നു എന്ന ആരോപണം നിഷേധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഭരണഘടനാപരമായ അധികാരങ്ങൾ നിക്ഷിപ്തമായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് സർക്കാർ ജീവനക്കാരുമായി സംവദിക്കാൻ കഴിയില്ല എന്ന വാദം നിലനിൽക്കില്ലെന്നാണ് സർക്കാർ വിശദീകരണം. ഭരണഘടനാപരമായ ചുമതലകളുള്ള മുഖ്യമന്ത്രിയെ രാഷ്ട്രീയ പ്രവർത്തകനായി മാത്രം കാണുന്നത് ശരിയല്ല. ഹർജിക്ക് ആസ്പദമായ സന്ദേശത്തിലുള്ളത് കേവലം സർവീസ് സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. സന്ദേശം രാഷ്ട്രീയം എന്നത് ഹർജിക്കാരുടെ സങ്കല്പം മാത്രമെന്നും സന്ദേശത്തിൽ സർവീസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്നും സർക്കാർ വിശദീകരിച്ചു. ഡാറ്റ ചോർച്ചയിൽ ഹർജി പരിഗണിച്ച കോടതി തിങ്കളാഴ്ച വരെ സന്ദേശങ്ങൾ അയക്കുന്നതിനുള്ള വിലക്ക് നീട്ടി. ന്യൂസ് മലയാളം, കൊച്ചി.